നമസ്കാരം. ദീർഘനാളത്തെ തിരച്ചിലിന് ശേഷം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ലോറി ഡ്രൈവറായിട്ടുള്ള അർജുന്റെ മൃതദേഹം ഗംഗാവാലി പുഴയിൽ നിന്ന് കണ്ടെത്തുകയും അത് അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് സംസ്കാരം നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിന് പുറകിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് പ്രത്യേകം നോക്കേണ്ടതുണ്ട്. അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമയുടെ സഹോദരനാണ് നമ്മുടെ മനാഫിക്ക. സഹോദരന് പകരം എല്ലാം ഏറ്റെടുത്ത് കൂടെ നിന്നതും മനാഫിക്കയാണ് എല്ലാ കേസിലും. നമ്മളത് ആദ്യം മുതൽ കണ്ട കാര്യമാണ്. അതായത് അർജുൻ്റെ ലോറി എന്ന് പുഴയിലേക്ക് പോകുന്നോ അന്നു മുതൽ ഓടി നടന്ന് മാധ്യമശ്രദ്ധ ആകർഷിച്ചതും അതുപോലെ തന്നെ സർക്കാരിനെ ഫോഴ്സ് ചെയ്തതും എല്ലാം മനാഫിക്ക ഉൾപ്പെടുന്ന ഒരു സംഘമാണ്. അതിൽ അർജുൻ്റെ കുടുംബത്തിനും പങ്കുണ്ട്. നമുക്കിനി വിഷയത്തിലേക്ക് വരാം. അപകടം നടന്ന സമയം മുതൽ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ ഒരു മെല്ലെപ്പോക്ക് നയമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ആ മെല്ലെപ്പോക്ക് നയത്തെ ചൊടിപ്പിച്ചതും ഒരു മനുഷ്യജീവന്, ഒരു സാധാരണക്കാരനായ മനുഷ്യജീവന് എത്രത്തോളം വിലയുണ്ടെന്ന് കർണാടക സർക്കാരിനെ ബോധ്യപ്പെടുത്തി കൊടുത്തതും നമ്മുടെ മലയാളികൾ മാത്രമാണ്. അതിൽ അർജുൻ്റെ കുടുംബവും ലോറി ഉടമയായിട്ടുള്ള മനാഫിക്കയും ഉൾപ്പെടുന്നുണ്ട്. ഇത്ര കണ്ട് തിരയാനായിട്ട് ആ നഷ്ടപ്പെട്ടു പോയ ലോറിയിലെ ഒരു VIP ആയിരുന്നോ എന്ന ഒരു ചോദ്യം അവിടെ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ മനാഫിക്ക പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് അതിൽ VIP അല്ല, മലയാളിയാണ് എന്നുള്ള ഒരു വാക്കാണ്. അതുപോലെ തന്നെ കർണാടക സർക്കാരിൻ്റെ മെല്ലെപ്പോക്ക് നയങ്ങളെക്കുറിച്ച് മനാഫിക്ക വന്നിട്ട് ഒരുപാട് മാധ്യമങ്ങളിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അർജുൻ്റെ കുടുംബവും മനാഫിക്കയും മാധ്യമങ്ങളും ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ സാധാരണ ഒരു മിസ്സിംഗ് കേസായിട്ട് മാറേണ്ടിയിരുന്ന ഒരു കേസായിരുന്നു ഈ ലോറിയും അർജുനും മിസ്സായ കേസ്. നമ്മൾ അർജുൻ്റെ വാഹനത്തിനും അർജുനും വേണ്ടി ഫോഴ്സ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ സാധാരണത്തെ പോലെ അവിടെ വഴി വെട്ടിത്തെളിച്ചുകൊണ്ട് ആ ഒരു കേസ് അവിടെ തേഞ്ഞു മാഞ്ഞു പോയേനെ. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു ഈഗോ വർക്കൗട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കർണാടകയിലെ കാർവാർ SP കുറിച്ച് മനാഫിക്ക പല മാധ്യമങ്ങളിലും വന്നിട്ട് എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് കാർവാർ SPക്കും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥർക്കും ശരിക്കും കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അന്ന് മുതലാണ് മനാഫിനോട് ഒരു എതിർപ്പ് ഈ കാർവാർ SPക്ക് വരുന്നത്. അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ മനാഫിനെ അവിടുന്ന് ഒഴിവാക്കണോ എന്ന് കാർവാർ SP ചോദിച്ചു എന്നുള്ള കാര്യം. മാത്രമല്ല, വാർത്താ സമ്മേളനത്തിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളാണ് മനാഫിനെതിരെ ഈ കുടുംബം നടത്തിയത്. അതിൽ മനാഫിനെതിരെ പറഞ്ഞ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഇതൊക്കെയായിരുന്നു. അർജുൻ്റെ പേര് പറഞ്ഞ് മനാഫിക്ക പണം പിരിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ കുറ്റം. അർജുനെ പറ്റി വീഡിയോ ഇടാനായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളത് രണ്ടാമത്തെ കുറ്റം. 75,000 രൂപ ശമ്പളമുണ്ടെന്ന് കള്ളം പറഞ്ഞ് പരത്തി എന്നുള്ളത് മൂന്നാമത്തെ കുറ്റം. ഇങ്ങനെ നിരവധി അനവധി കുറ്റങ്ങൾ. ഇവരെ ഈ വാർത്താ സമ്മേളനം നടത്താൻ പ്രേരിപ്പിച്ചത് ആരാണ്? ഈ അർജുൻ്റെ വിഷയത്തിൽ നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ അർജുൻ്റെ വീടിനടുത്തുള്ള അയൽവാസികളോ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരോ ഇതിനേറെ ഒരൊറ്റ മലയാളി പോലും നമ്മുടെ മനാഫിക്കെതിരെ പറയാൻ വേണ്ടിയിട്ട് ഈ കുടുംബത്തെ പ്രേരിപ്പിക്കില്ല എന്നുള്ളത് നമുക്ക് 100% പറയാൻ സാധിക്കും. നമ്മുടെ സർക്കാർ തീർച്ചയായിട്ടും അർജുൻ്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലരും പറയുന്നുണ്ടായിരുന്നു സർക്കാരിനെതിരെയുള്ള വാർത്തകളിൽ ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് അർജുൻ്റെ കുടുംബത്തെ വാർത്താ സമ്മേളനത്തിലേക്ക് നയിച്ചതാണ് പാർട്ടിക്കാരെ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ഒരിക്കലും അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും വരുന്ന കാര്യം ആരാണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. നമുക്ക് എത്തി നിൽക്കാവുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് കർണാടകയിലെ ഉദ്യോഗസ്ഥർ തന്നെ ആണ് എന്നുള്ളതാണ്. അങ്ങനെ കർണാടകയിലെ പ്രസ്തുത SPയും സംഘവും ഫോഴ്സ് ചെയ്താണ്, അവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്തതാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബം മലയാളികളോട് മാപ്പ് പറയണം, വീണ്ടും ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട്. ഒരു കാര്യം അർജുൻ്റെ കുടുംബം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഈ ഒരു കേസ് കർണാടക സർക്കാരിന് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ഇത് എവിടെയും എത്താതെ ഒരു മിസ്സിംഗ് കേസായിട്ട് മാറുമായിരുന്നു എന്നുള്ള കാര്യം. ഈ കേസിൽ അർജുനെ തിരിച്ചു കിട്ടിയതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് മനാഫ് എന്നുള്ളത് നമ്മൾ മലയാളികൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അർജുൻ്റെ കുടുംബത്തിൻ്റെ വാർത്താ സമ്മേളനത്തിന് മുൻപ് വെറും 10K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന മനാഫിക്കയുടെ ലോറി ഉടമ മനാഫ് എന്ന ചാനൽ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം ഒറ്റ രാത്രി കൊണ്ട് 1,00,000-ന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം 300K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വന്നത്. ഇപ്പോൾ കൃത്യ കണക്ക് പറയുകയാണെങ്കിൽ 3,07,000 പേരാണ് ഈ സമയം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതായത് 24 മണിക്കൂർ കൊണ്ട് 3,00,000-ഓളം പേര് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു ചാനലായിട്ട് നമ്മുടെ മനാഫിക്കയുടെ ചാനൽ മാറിക്കഴിഞ്ഞു യൂട്യൂബിൽ. മലയാളത്തിലെ ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും കയറിയ ഒരു ചാനൽ മറ്റൊന്ന് ഉണ്ടോ എന്ന് സംശയമാണ്.
അപ്പോൾ വീണ്ടും ഈ വീഡിയോയിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അർജുന്റെ കുടുംബത്തെ കർണാടക സർക്കാരിലെ ചില ഉദ്യോഗസ്ഥർക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിച്ചപ്പോൾ അർജുന്റെ കുടുംബം അതിൽ വീണു പോയെങ്കിൽ അവർ നമ്മുടെ മലയാളികളോട് ചെയ്ത ഏറ്റവും വലിയ ഒരു തെറ്റാണത്. ആദ്യഘട്ടത്തിലെ പല ഘട്ടങ്ങളിലും ഒഴിഞ്ഞുപോയ കർണാടക സർക്കാർ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും അർജുന്റെ കുടുംബവുമായിട്ട് ഒരു വലിയ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുത്തത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു പരാതി എഴുതി തന്നാൽ മനാഫിനെ ഇവിടുന്ന് ഒഴിവാക്കാമെന്ന് അർജുന്റെ കുടുംബത്തോടെ കാർവാർ SP പറഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വാർത്താ സമ്മേളനത്തിൽ അർജുന്റെ കുടുംബം കുറ്റപ്പെടുത്തിയത് 100% മനാഫിക്കയും അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയും ഒക്കെയാണ്. എന്തുകൊണ്ട് അർജുന്റെ കുടുംബം കർണാടക സർക്കാരിന്റെ ആദ്യഘട്ടത്തിലെ മെല്ലെപ്പോക്ക് നയത്തെ കുറ്റപ്പെടുത്തിയില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കർണാടക സർക്കാർ നമ്മളെ മലയാളിയായിട്ടുള്ള അർജുന്റെ കുടുംബത്തിന് സഹായിച്ച പോലെ അവിടെ അവരുടെ ആൾക്കാർ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടി എന്ത് സഹായമാണ് നൽകിയത് എന്നും കൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ ഈ വീഡിയോയിലെ കൺക്ലൂഷൻ എന്ന രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അർജുന്റെ കുടുംബത്തെ ആരോ വാർത്താ സമ്മേളനത്തിന് പ്രേരിപ്പിച്ചു എന്ന് തന്നെയാണ്. അത് കർണാടകയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ മലയാളികളോട് മാപ്പ് പറയേണ്ടതാണ്. ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും പിൻവലിച്ച് മനാഫിനോടും മാപ്പ് പറയേണ്ടതാണ്. അർജുന്റെ കുടുംബം ആരോപിച്ച പൈസ പിരിക്കലിന് മനാഫിക്ക മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. 5 പൈസ അർജുന്റെ പേരിൽ പിരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ആരാണ് ഈ മനാഫിക്ക പൈസ പിരിക്കുന്നുണ്ട് എന്നുള്ളത് ഈ അർജുന്റെ കുടുംബത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് എന്നുള്ളതും പുറത്തു വരേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനിയൊരു വലിയ പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ പരസ്പരം പറഞ്ഞ് സംസാരിച്ച് തീർക്കാവുന്ന ഒരു കാര്യമായിരുന്നു ഇത്. ഇങ്ങനൊരു വാർത്താ സമ്മേളനം നടത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഈ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരാൾ പോലും ഉണ്ടായില്ല അതിനകത്ത് എന്നുള്ളത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.